ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമാകും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് OnePlusൻ്റെ OnePlus 11 ആണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് OnePlus 11ൻ്റെ അൺബോക്സിംഗ് ഒരു ഷോർട്ട് റിവ്യൂ ആണ്. സോ നമുക്ക് നേരെ ഈ സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്തതിന് ശേഷം ബോക്സിനകത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ നെവർ സെറ്റിലിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. ഒരു സിലിക്കൺ കേസ്, കുറച്ച് ഡോക്യുമെൻറ്റേഷൻ സ്റ്റിക്കേഴ്സ്, പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ കാണാനായിട്ട് പറ്റും. സോ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇതാണ്. നല്ല രീതിയിലുള്ള സർക്കുലർ ക്യാമറ ഡിസൈനൊക്കെ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. നേരെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ പൊട്ടിച്ചതിന് ശേഷം സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് ലുക്ക് നോക്കാം. സോ എൻ്റെ ഇരിക്കുന്നത് ഒരു ഗ്രീൻ കളർ സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ ബ്ലാക്ക് കളർ സ്മാർട്ട് ഫോൺ നമുക്ക് അവൈലബിൾ ആണ്. നല്ല കിടിലൻ ഡിസൈനാണ് ഇവിടെ OnePlus കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു സർക്കുലർ രീതിയിലുള്ള ക്യാമറ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ബോക്സിനകത്ത് ഒരു 100 വാട്ട്സിൻ്റെ ചാർജർ, നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള പ്രീമിയം റെഡ് കേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ സ്മാർട്ട് ഫോൺ ബൂട്ടപ്പ് ഇവിടെ OnePlusൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. സോ നേരെ നമുക്ക് ഈ സ്മാർട്ട് ഫോൺ സെറ്റപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. സോ ടോട്ടലി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ ക്യാമറ ഡിസൈനാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ OnePlus 10നേക്കാളും നല്ല രീതിയിലുള്ളൊരു ക്യാമറ ഡിസൈൻ ഇവിടെ OnePlus കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ തന്നെ പറയാനായിട്ട് പറ്റും. കാരണം ഒരു സർക്കുലർ ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമ്മുടെ ആ ഒരു ഒരു ക്യാമറയുടെ ഭാഗത്തായിട്ട് നമ്മൾ അലസ്ലൈഡർ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് OnePlus. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ആൻഡ് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചസിൻ്റെ ഒരു LTPO3 AMOLED ഡിസ്പ്ലേ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ്. 120 നിറ്റ്സിൻ്റെ റിഫ്രഷ് റേറ്റും ഡോൾബി വിഷനും അതോടൊപ്പം തന്നെ HDR 10+ സപ്പോർട്ടബിൾ ആയിട്ടുള്ള ഒരു 500 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഉള്ളൊരു കിടിലൻ ഡിസ്പ്ലേ ആണ്. ആൻഡ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ 1300 നിറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ 5 ബെഞ്ച് മത്സരം നോക്കുകയാണെങ്കിൽ ഏകദേശം 13 ലക്ഷമാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇതിൻ്റെ ഈ ഒരു പ്രോസർ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 2 എന്ന് പറയുന്നത് 4 നാനോമീറ്റർ പ്രോസറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബോക്സിനകത്ത് 100 വാട്ട്സിൻ്റെ ചാർജർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജും കയറുന്നുണ്ട്. കാരണം ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാൻ അതായത് ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ 50% കയറുന്നൊരു ചാർജിങ് മെത്തേഡാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സിൻ്റെ വൈഡും 32 മെഗാപിക്സിൻ്റെ ടെലിഫോട്ടോയും അതോടൊപ്പം തന്നെ 48 മെഗാപിക്സിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഹാസൽബ്ലാഡിൻ്റെ കളർ കാലിബ്രേഷനും ഡുവൽ LED ഫ്ലാഷും HDR പനോരമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിടിലൻ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 16 മെഗാപിക്സിൻ്റെ കിടിലൻ ഫ്രണ്ട് ക്യാമറ കൂടെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളത്. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, ഇതിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ചും ഇതിൻ്റെ ക്യാമറയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് യൂസേജ് റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ലുക്ക് വീഡിയോ ആണ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കാരണം ഇതിനെപ്പോലുള്ള റിവ്യൂവും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അതുവരെ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാൻ സൈനിങ് ഓഫ്. ബൈ. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ടാറ്റാ.